പ്രഭാഷകൻ 30-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുമ്പിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുൻപിൽ അവന് അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ഓർമ്മിക്കുക, വിശുദ്ധിയുടെ പൂന്തോട്ടമാണ് കുടുംബം. സഹനവും ക്ഷമയും സ്നേഹവും നിറഞ്ഞതാണവിടം. അവിടെ വിരിയുന്ന പുഷ്പങ്ങളാണ് നല്ല മക്കൾ. ദൈവത്തിന്റെ കൃപയുള്ളിടത്തെ വിശുദ്ധിയുള്ള പൂന്തോട്ടം രൂപം കൊള്ളൂ. ഒരിക്കൽ ഒരു യുവാവ് സന്യാസ ജീവിതം ഇഷ്ടപ്പെട്ട് സെമിനാരിയിൽ ചേർന്നു. ലത്തീൻ പഠനം ഏറെ ദുർഘടമായിരുന്നതിനാൽ സെമിനാരി പരിശീലനത്തിന് സാധിക്കാതെ മടങ്ങിപ്പോരുകയും തന്റെ കുടുംബ പാരമ്പര്യമനുസരിച്ചുള്ള തൊഴിലിൽ വ്യാപൃതനാവുകയും ചെയ്തു. എങ്കിലും വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും തീക്ഷ്ണതയും സഭാകാര്യങ്ങളോടുള്ള താൽപര്യവും മനസ്സിൽ സൂക്ഷിച്ച് പ്രവർത്തിച്ചു പോന്നു. ഒരു യുവതി സന്യാസ ജീവിതം ആഗ്രഹിച്ച് മഠത്തിൽ ചേർന്നു. എന്നാൽ അവിടുത്തെ പഠനരീതികൾ മനസ്സിലാക്കുവാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു. അവളും കുടുംബ പാരമ്പര്യമനുസരിച്ചുള്ള തൊഴിലിൽ ആശ്രയിച്ചു ജീവിച്ചു. പ്രാർത്ഥനയും പരിത്യാഗങ്ങളും വിശ്വാസ ജീവിതത്തോടുള്ള തീവ്രമായ ആഗ്രഹവും അവൾ മനസ്സിൽ സൂക്ഷിച്ചു. കാലങ്ങൾക്കു ശേഷം ഈ യുവാവും യുവതിയും കണ്ടുമുട്ടി. മാതാപിതാക്കളുടെ സമ്മതപ്രകാരം അവർ വിവാഹിതരായി. അവർക്ക് പിറന്ന കുട്ടിയാണ് പിന്നീട് വിശുദ്ധ കൊച്ചു ത്രേസ്യയായത്. ഈ വിശുദ്ധയുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിനും സ്വെലിഗൊരിനും ഈ അടുത്ത കാലത്ത് വിശുദ്ധരായി ഉയർത്തപ്പെട്ടു. ഓരോ കുടുംബവും വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിലൂടെ പരിശുദ്ധ കന്യകാമറിയത്തെ ലോകത്തിന് സമ്മാനിച്ച മാതാപിതാക്കളാണ് വിശുദ്ധ അന്നയും വിശുദ്ധ ജോവാക്കീമും. ആ മകളെ വിശുദ്ധമായ സക്രാരിയായി ദൈവം ഉയർത്തി. ഓരോ കുടുംബത്തിനും അതതിന്റേതായ ക്ലേശങ്ങളുണ്ട്. അത് മക്കളെക്കുറിച്ചായിരിക്കാം, രോഗമായിരിക്കാം, ജോലിയായിരിക്കാം. വിവിധ തലത്തിലും തരത്തിലുമുള്ള വ്യാകുലതകൾ നിറഞ്ഞതാണ് കുടുംബജീവിതം. ഏറെ ത്യാഗം സഹിച്ച് വിശ്വാസ ജീവിതം നയിച്ച് മുന്നോട്ടു പോകുമ്പോൾ മറ്റുള്ളവരാൽ പരിഹാസവും ആക്ഷേപവും സഹിക്കേണ്ടി വരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും മാതാപിതാക്കൾ ഈ സഹനയാത്രയിലൂടെ കടന്നുപോയവരാണ്. അവർ ലോകത്തിന്റെ സന്തോഷത്തിൽ സംതൃപ്തി കണ്ടെത്താതെ ദൈവവുമായുള്ള ആത്മബന്ധത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ ആഗ്രഹിച്ചവരാണ്. കുടുംബജീവിതം നയിക്കുന്ന ഓരോരുത്തരും ലോകത്തിന്റെ സന്തോഷത്തിൽ സംതൃപ്തി കണ്ടെത്താതെ ആത്മീയ സന്തോഷം കണ്ടെത്തി ദൈവം ആഗ്രഹിക്കും വിധം ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബം കുടുംബം കൂടുമ്പോളിമ്പം കുടുംബം അത് ദൈവത്താൽ സ്ഥാപിതമാ. അത് ദൈവത്തിൻ സ്ഥാപനമാ. കുടുംബം കുടുംബം കൂടുമ്പോളിമ്പം കുടുംബം അത് ദൈവത്താൽ സ്ഥാപിതമാ. അത് ദൈവത്തിൻ സ്ഥാപനമാ. ദൈവം വസിക്കും കുടുംബം അത് സ്വർഗീയ സന്തോഷമാ. കുടുംബം അത് പവിത്രമാം ഭവനം. കുടുംബം
സ്ഥാപനമാ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിച്ചിടരുതേ. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിച്ചിടരുതേ. ആമേൻ, ആമേൻ, ആമേൻ. അന്യോന്യം സ്നേഹിപ്പീൻ, സഹിഷ്ണുത കാണിപ്പീൻ, വിശ്വസ്തരായിരിപ്പിൻ. അന്യോന്യം സ്നേഹിപ്പീൻ, സഹിഷ്ണുത കാണിപ്പീൻ, വിശ്വസ്തരായിരിപ്പിൻ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹം ദീർഘമായി ക്ഷമിച്ചിടുന്നു, സ്നേഹമില്ലെങ്കിലോ ഏതുമില്ല. സ്നേഹം സകലതും സഹിച്ചിടുന്നു, സ്നേഹം സകലതും പൊറുത്തിടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹമില്ലെങ്കിലോ ചിലമ്പുന്ന ചെമ്പോ മുഴങ്ങും കൈത്താളമാ. സ്നേഹമില്ലെങ്കിലോ ചിലമ്പുന്ന ചെമ്പോ മുഴങ്ങും കൈത്താളമാ. ആമേൻ, ആമേൻ, ആമേൻ. കുടുംബം, കുടുംബം, കൂടുമ്പോളിമ്പം കുടുംബം. അത് ദൈവത്താൽ സ്ഥാപിതമാ, അത് ദൈവത്തിൻ സ്ഥാപനമാ.